ജെബി മേത്തർ നമുക്കൊപ്പം ചേരുകയാണ്. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജെബി മേത്തർ. ശ്രീമതി ജെബി മേത്തർ, രാഹുൽ മാങ്കൂട്ടത്തിന് തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് വരുന്നത്. പക്ഷേ വനിതാ നേതാക്കൾ അടക്കം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആ തീരുമാനത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ട്? അത് ചില രാഷ്ട്രീയ കാരണങ്ങൾ മാത്രമാണോ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന തടസ്സമായി നിൽക്കുന്നത്? ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ ശക്തമായി തന്നെ സ്ത്രീപക്ഷമാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറിനകമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ പദവിയല്ല. ആ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. സസ്പെൻഷൻ എന്ന് പറയുന്നത് എടുത്ത ഒരു സാഹചര്യത്തിൽ അത് തന്നെ ഏറ്റവും വലിയ മാതൃകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാധാരണ സ്ഥാനങ്ങൾ ന്യായീകരണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കളോ മഹിളാ കോൺഗ്രസോ വനിതാ ഒരാളും ന്യായീകരണത്തിന് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, കാര്യങ്ങൾ അതിന്റെ ആരോപണം വന്ന സമയത്ത് തന്നെ തീരുമാനമെടുത്തു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോ പിന്നെ പരാതിക്കാർക്കെതിരെയുള്ള സൈബർ ആക്രമണം അതൊന്നും ശരിയല്ല എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, ഇതുവരെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെ ഞാനും ആ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുന്നു. ശരി തന്നെ. പക്ഷേ ഇന്നലെ വരെ ഈ വനിതാ നേതാക്കളൊക്കെ രാജിവെക്കണം, MLA സ്ഥാനത്ത് തുടരാനാവില്ല, ഇങ്ങനെ ഒരാളുമായി എങ്ങനെ നിയമസഭയിൽ പോകുമെന്ന ചോദ്യം ഉന്നയിച്ചതാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രാജിക്ക് പകരം സസ്പെൻഷൻ എന്ന നിലപാടിലേക്ക് വരുന്നതിന് കാരണം? അതൊരു പിന്നോട്ട് പോക്കല്ലേ? പരിശോധിക്കുക, ഒരു കാര്യമുണ്ട്. ഇതില് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ആ ആരോപണങ്ങൾ പരിശോധിച്ച് സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉചിതമായ തീരുമാനമെടുക്കും. ഇപ്പോൾ CPM-ന്റെയും BJP-യുടെയും ഒക്കെ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള രാജി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് എന്ത് അവകാശമാണ്? ശ്രീമതി ജെബി മേത്തർ ഒന്ന് ഇടപെടുകയാണ്. CPM-ന്റെയും BJP-യുടെയും ആക്ഷേപം അത് നിങ്ങൾക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു വിഷയം തന്നെയാണ്. അത് തീർച്ചയായും നിങ്ങൾക്ക് അവകാശപ്പെടാവുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് വരുമ്പോൾ ഇത് അവരുടെ ചോദ്യത്തിനപ്പുറം ഇത് പൊതുസമൂഹത്തിന്റെ ഒരു ചോദ്യമായി കരുതുക, അല്ലെങ്കിൽ കോൺഗ്രസ് മുൻകാലങ്ങളിലൊക്കെ ഇത്തരം മെറിറ്റിലേക്ക് തന്നെ താങ്കളുടെ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മെറിറ്റ് തന്നെയാണ് ഇതിൽ കാര്യം. അതായത് ഒരു ആരോപണങ്ങൾ വന്നു കഴിയുമ്പോൾ ഇനി ഏത് ആരോപണവും ഏത് കംപ്ലൈന്റ് ആണെങ്കിലും അതൊന്ന് പരിശോധിക്കുക, കേൾക്കുക എന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ. അതിനേക്കാൾ മുമ്പ് തന്നെ ഇപ്പൊ ഇത്ര പെട്ടെന്ന് 2 നടപടികളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്രയും 2 നടപടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് ഇതിന്റെ കാര്യങ്ങൾ ആരോപണങ്ങൾ തന്നെ പഠിച്ചുകൊണ്ട് ഒറ്റയടിക്ക് ഒരു പ്രസ്ഥാനത്തിന് കാര്യം ഇതിലേക്ക് ഒന്ന് പഠിക്കാനുള്ള കേൾക്കാനുള്ള ഒരു താങ്കൾ സൂചിപ്പിക്കുന്നത് ഇതൊരു നടപടികളുടെ തുടർച്ച മാത്രമാണ്, ഇനിയും നടപടികളുണ്ട്, ഇനിയും ഇക്കാര്യം പാർട്ടി പരിശോധിക്കുന്നു. അങ്ങനെയെങ്കിൽ രാജി എന്നത് കോൺഗ്രസിന് മുന്നിലും ഇനിയും പരിഗണിക്കപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് എന്നാണോ പറയുന്നത്? ഞാൻ പറയുന്നത് ഈ കാര്യം നെറ്റ്വർക്കിന് ചെറിയ പ്രശ്നമുണ്ട്. ടെലിഫോൺ ലൈൻ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അവർ യാത്രയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. അതാണ് തടസ്സമായി നിൽക്കുന്നത്. എന്തായാലും ജെബി മേത്തറിന്റെ പ്രതികരണം അതാണ്. ഇതൊരു നടപടികളുടെ തുടർച്ചയാണ്. അതായത് K. മുരളീധരൻ പറഞ്ഞതിന് തുടർച്ചയായ ഒരു പ്രസ്താവനയാണ് അവർ വരുന്നത്. അരുണ് കേട്ട് കാണും. ജെബി മേത്തർ പറയുന്നത് ഇതൊരു നടപടികളുടെ തുടർച്ചയാണ്. നേരത്തെ രാവിലെ മുരളീധരൻ പറഞ്ഞ പോലെയാണ്. ആദ്യം പാർട്ടിയുടെ ഒരു പദവിയിൽ നിന്ന് മാറ്റി നിർത്തി, ഇപ്പോൾ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഈ 2 നടപടി ഉണ്ടായി. ഇനി അടുത്ത നടപടിയും ഉണ്ടാകുമെന്ന സൂചനയാണ്. പക്ഷേ ഇത് കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നതിന് കാരണം എന്താ? ഇതായിരുന്നില്ലല്ലോ ആലോചന എന്നതാണ് പ്രതിസന്ധി. ഒരുപക്ഷേ പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞു നിൽക്കാൻ വേണ്ടി ചില ഘട്ടങ്ങൾ തീരുമാനിച്ച് അവർ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണോ കരുതാൻ? രാഹുലിനെതിരെയുള്ള പരാതികളുടെ സ്വഭാവം, അതായത് ഇപ്പോൾ ഇതുവരെയും ഒരു പോലീസിന് കേസെടുക്കാൻ തക്ക വിധത്തിലുള്ള പരാതി ലഭിച്ചിട്ടില്ല. അതാണ് കോൺഗ്രസ് ഇപ്പോൾ മടിച്ചു നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ഒരു കേസ് കൂടി വന്നാൽ വൈകാതെ നടപടിയിലേക്ക് കടന്നേക്കാം കോൺഗ്രസ്. അതുവരെ കാത്തിരിക്കാം. ഇപ്പോൾ ഈ ആരോപണങ്ങൾ മാത്രമാണ്, ശബ്ദരേഖ മാത്രമാണ്. ഈ പരാതി പറഞ്ഞ പെൺകുട്ടികൾ ഒരാൾ പോലും രാഹുലിനെതിരെ പോലീസ് കേസ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല, അതിൽ കോടതിയെ സമീപിക്കാൻ തയ്യാറായിട്ടില്ല. അതായത് നിയമ നടപടികൾ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും അങ്ങനെ മടിച്ചു നിൽക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഭീതി ഉണ്ടെങ്കിൽ പോലും
ഇത്തരം നിയമ നടപടികളിലേക്ക് കടന്നാൽ രാഹുലിനെതിരെ അറസ്റ്റിൽപ്പെടുന്ന കാര്യങ്ങളിലേക്ക് പോകാനൊക്കെ ഉള്ള സാഹചര്യം ഒരുങ്ങിയാൽ ഈ രാജിവെക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെ കടന്നേക്കും. അതുവരെ കാത്തിരിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമവും നീക്കവും. അതുകൊണ്ടാണ് അവർ ഈ രീതിയിൽ ഇപ്പോൾ ഇത്തരമൊരു മെല്ലെപ്പോക്ക് സമീപനം ഘട്ടം ഘട്ടമായി തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായാൽ കൂടുതൽ കേസ് പരാതികൾ ഉണ്ടാവുക, അത് കൂടുതൽ തെളിവുകളോടെ വരിക, ഒരുപക്ഷെ പോലീസ് എഫ്ഐആർ ഇടുകയോ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്താൽ ആ ഘട്ടത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ചിന്തിക്കുന്ന പോലെ ആകില്ല ചിന്തിക്കുക. അപ്പോൾ അവർക്ക് ഉപതെരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ആശങ്ക മനസ്സുള്ളത് കൊണ്ടോ മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും കാര്യങ്ങൾ രാഹുലിന് കൂടുതൽ എതിരാവുകയാണെന്ന് വേണം പൊതുവിൽ മനസ്സിലാക്കാൻ. കോൺഗ്രസിൽ വനിതാ നേതാക്കൾ ഒന്നടക്കം യുവ നേതാക്കൾ പലരും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ രാഹുലിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. വളരെ ചെറിയ കോണുകളിൽ നിന്ന് മാത്രമാണ് രാഹുലിന് ഇപ്പോൾ പിന്തുണ കിട്ടുന്നത്. പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് മാറി നിൽക്കണമെന്ന നിലപാടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് ആ ഒരു പിന്തുണ ഇതുവരെയും ലഭിക്കുന്നില്ല. അത് പ്രധാനപ്പെട്ട കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിന് ഒരു മുന്നിൽ ഒരു ഭീഷണി തന്നെയാണ്. നമുക്കറിയാം നേരത്തെയൊക്കെ നിലമ്പൂരടക്കം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് അതിന്റെ താല്പര്യത്തോടു കൂടി ഉപതെരഞ്ഞെടുപ്പ് കാത്തിരുന്ന പാർട്ടിയാണ്, ഉപതെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന് പറഞ്ഞ പാർട്ടിയാണ്. പക്ഷേ ഇപ്പോൾ അതല്ല സാഹചര്യം. രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും എതിരാണ് കോൺഗ്രസിന്. നിലമ്പൂരൊക്കെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് അറിയാമായിരുന്നു തീർച്ചയായും അത് UDF വരെ മേൽക്കൈ ഉണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഈ സിറ്റിംഗ് സീറ്റാണെങ്കിൽ പോലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ ഇത്തവണ തങ്ങൾക്കൊപ്പം നിൽക്കില്ല എന്ന വലിയ ഭീതി കോൺഗ്രസിനുണ്ട്. അത് ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടർ വിവാദം തന്നെയാണ് കാരണം. ഇത്തരത്തിൽ എന്തുകൊണ്ട് CPM കൊല്ലത്തൊരു M മുകേഷിനെ രാജിവെപ്പിച്ചില്ല? അതിന് കാരണം സമാനമാണ്. മുകേഷ് രാജിവെച്ചാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത്തരത്തിൽ ഒരു സ്ത്രീ വിഷയത്തിൽ ഒരു MLA രാജിവെക്കുന്നു. ആ MLAക്ക് പകരം ഒരാളെ കണ്ടെത്താൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ആ മുന്നണിക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന ഉറപ്പ് CPM-ന് കൊല്ലത്തുണ്ടായിരുന്നു. സമാന സാഹചര്യമാണ് ഇപ്പോൾ പാലക്കാട് UDF നേരിടുന്നത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടർ ഇത്രയധികം ഒരു വലിയൊരു ക്യാമ്പയിനിലൂടെ കൊണ്ടുവന്ന വലിയൊരു പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു യുവ നേതാവ് ഈ വിധത്തിൽ ഒരു പരാതിയുടെ പേരിൽ രാജിവെക്കുമ്പോൾ പിന്നീട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു കാരണവശാലും തങ്ങൾക്ക് ഒരു സാധ്യതയും ഉണ്ടാകില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് എത്രത്തോളം വൈകിപ്പിക്കാൻ കഴിയുമോ ഈ പരാതികൾ ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കാൻ പല ശ്രമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലും അയാൾക്കൊപ്പമുള്ളവരും നടത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ പരാതി നൽകിയ പെൺകുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ പരാതി വന്ന പെൺകുട്ടികളെ മാറ്റിപ്പറയാൻ അവന്തികയുടെയൊക്കെ ഒരു കോൾ റെക്കോർഡ് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് അതിന്റെ ഭാഗമായാണ്. പക്ഷെ അത് രാഹുലിന് തിരിച്ചടിയായത് അതിന്റെ വസ്തുതയുമാണ്. ഏതായാലും അത്തരം പല ശ്രമങ്ങൾ രാഹുൽ ക്യാമ്പിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ എതിർത്ത് വരുന്ന നേതാക്കളെ വനിതാ നേതാക്കളെ സ്വന്തം പാർട്ടി നേതാക്കളെ ഒരു വലിയൊരു രൂക്ഷമായ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സമ്മർദ്ദങ്ങൾ രാഹുലിനൊപ്പം നിൽക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു കൃത്യമായ ഒരു പരാതി ഒരു പോലീസ് കേസിലേക്ക് പോകാൻ സാധ്യതയുള്ള തരത്തിലുള്ള തെളിവുകളോടുകൂടി പരാതി വന്നാൽ രാഹുലിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമാകും. അവിടെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പറയുന്നത് ഘട്ടഘട്ടമായ നടപടി എന്നുള്ളതല്ല, MLA സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് നേരിട്ട് ആവശ്യപ്പെടേണ്ടി വരും തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും പോലീസ് കേസില്ല എന്ന ന്യായീകരണം ഇപ്പോൾ പറയുമ്പോൾ അതൊരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് അതുണ്ടാവും. മറ്റൊന്ന്, കൂടുതൽ വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തു വന്നാൽ വീണ്ടും കോൺഗ്രസ് കുടുങ്ങുമെന്നതാണ് അവരെ കുഴയ്ക്കുന്ന വിഷയം. എന്തായാലും ഈ നിലപാടില്ലാതെ മുന്നോട്ട് പോകുന്ന കോൺഗ്രസിനെതിരെ രൂക്ഷ പ്രതിഷേധം ഇടതുപക്ഷം CPM-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. മന്ത്രി